ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എം ജി ടെക് ട്രാവലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീണ്ടും ഒമാനിലെത്തിയേക്കിന്. ഒമാനിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന് താമസിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫ്ലാറ്റ് എടുത്തിട്ടായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ അവരൊരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു വീട് തന്നെ എടുത്തിട്ടാണ് നമ്മൾ താമസിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ വീടിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നോക്കിയേ, ഇവിടെയാണ് നമ്മുടെ വീട് വരുന്നത്. ഈ രണ്ട് പീസായിട്ട് കാണുന്നത് രണ്ടും ഇത് നേരെ നമുക്ക് താമസിക്കാനുള്ള റൂമും ഇപ്പുറം വരുന്നത് കിച്ചനും ഒക്കെ ഉണ്ട്. ഇവരുടെ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിച്ചൺ പുറത്തായിട്ടുള്ള രീതിയിലാണ്. പക്ഷേ ഇപ്പോഴത്തെ പുതിയ വീടുകളൊക്കെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിച്ചണും ടോയ്ലറ്റും എല്ലാം നമ്മുടെ അവിടുത്തെ വീടുകൾ പോലെ തന്നെ ചേർന്നിട്ടാണ് വരുന്നത്. പക്ഷേ നമ്മളെടുത്തേക്കെന്ന് വെച്ചാൽ പഴയ രീതിയിലുള്ളൊരു വീടാണ്. എങ്കിലും എന്താണ് ടൈലൊക്കെ ഇട്ട് നല്ല സെറ്റപ്പ് വീട് തന്നെയാണ്. ഇവിടെയും ഈ കിച്ചണിൽ AC ഫാൻ അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളൊക്കെ ഉണ്ട്. നല്ല കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മളവിടുത്തെ പോലെ വേറൊരു വ്യത്യാസം എന്ന് വെച്ചാൽ സെൻസൈഡും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇത് നോക്കി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തണുപ്പ് കാലാവസ്ഥയൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ വന്നിരുന്നിട്ട് കാവ കുടിക്കണ പരിപാടി എന്ന് വെച്ചാൽ കാവ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാപ്പി പോലത്തെ ഒരു സംഭവമാണ്. ആ കാവ കുടിക്കണത് ഇവിടെ എല്ലാവരും കൂടി ഇരുന്ന് ചുറ്റും ഇരുന്നിട്ട് കുടിക്കുന്ന സംഭവമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പനയുണ്ടല്ലോ, ഈന്തപ്പനയുടെ ഓല കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഷെഡാണ്. പിന്നെ ഈ ഇത്രയും സ്ഥലങ്ങൾ ഇതിൻ്റെ ഇവിടെയൊക്കെയാണ് ഈ ഗ്രിൽഡ് ചിക്കൻ അല്ലെങ്കിൽ ഈ ഗ്രില്ല് ചെയ്യണ മറ്റേ ആടിനെ ഒരു ഗ്രില്ല് ചെയ്യും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് മരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ വന്നതിന് ശേഷമാണ് വെച്ചേക്കണത്. ഈ കഴിഞ്ഞ ദിവസം കൊണ്ടൊന്നും ഇവിടെ വെച്ചിട്ടുള്ളൂ. ഈ ഈന്തപ്പന വെച്ചിട്ടുണ്ട്. ഇവിടെ 1 2 3 ഈന്തപ്പന വെച്ചിട്ടുണ്ട്. ഇതാണ് ഈന്തപ്പനയുടെ മരം. അപ്പോൾ ഇത് ആയി വരണുള്ളൂ. അപ്പോൾ അത് തന്നെയല്ല, ഇതിൻ്റെ കടക്കലൊക്കെ നോക്കി ചെറുതായിട്ട് ചെറിയ കുരുക്കളൊക്കെ ഇട്ടിട്ട് മുളച്ച് വന്ന് നിൽപ്പുണ്ട് കേട്ടോ. അത് നേരത്തെ ഇട്ടേക്കണ കുരുക്കളാണെന്നാണ്. ഇത് നാരങ്ങയുടെയാണ്, നമ്മുടെ ചെറുനാരങ്ങയുടെ മരമാണ്. ഇതാണ് അത്തിപ്പഴം എന്ന് പറയുന്ന സംഭവം നീ കാണാണ്ട. അത്തിപ്പഴത്തിൻ്റെയൊക്കെ ഒരു ഇതായി വരണുള്ളൂ, എന്നാലും പിടിക്കുന്നുണ്ട് കേട്ടോ. ഇവർ വളമായിട്ട് കൊണ്ടുവന്ന് വെച്ചാൽ നോക്കി ചാക്കിൽ എന്തോ ആട്ടും കാട്ടോ പിന്നെ വേറെന്തോ സംഭവം കൂടി കൊണ്ടുവന്ന് വെച്ചേക്കണത് ഇടാനായിട്ടുള്ള വളം. പിന്നെ ഈ കാണുന്നത് ബ്ലാക്ക്ബെറി പോലത്തെ സാധനം എന്തോ സംഭവമാണ്. ഇത് നാരങ്ങയുടെ തന്നെയാണ്. ഇത് നാരങ്ങയാണ്. ഇത് നമ്മൾ ഒരു വേപ്പ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ. അതങ്ങോട്ട് പിടിച്ച് വരണുള്ളൂ. പിന്നെ അത് ഇപ്പുറത്ത് നിന്നിപ്പുണ്ട്. ഇത് കുഴപ്പമില്ല, ഈ ഈന്തപ്പന കുഴപ്പമില്ല. ഇപ്പുറത്തൊന്ന് കരിഞ്ഞ് നിൽക്കണമെങ്കിലും വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, സെറ്റായി വരെയായിരിക്കും. പിന്നെ വരുന്നത് ഇവിടെ ഒരു വലിയ ഗേറ്റ് ഉണ്ട്, അതായത് കാറൊക്കെ കയറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ഗേറ്റും അപ്പുറത്തെ സൈഡിലായിട്ടൊരു ചെറിയ ഗേറ്റും ഉണ്ട്. അത്രയാണ് നമുക്ക് ഇവിടെ വരുന്നത് കേട്ടോ. പിന്നെ റൂമിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ബാത്റൂം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ രീതിയിലുള്ള വീടായതുകൊണ്ട് പുറത്താണ്. പക്ഷേ 2 ടൈപ്പ് ക്ലോസറ്റ് ഉണ്ട്, യൂറോപ്പിനുണ്ട്, ഇന്ത്യൻ ക്ലോസറ്റും ഉണ്ട്. ഇവിടെ ഏകദേശം ഒരു 10-25 സെൻറ്റ് സ്ഥലമുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഈ ബേബി മെറ്റൽ ഇട്ടേക്കണ കാരണം കുഴപ്പമില്ല, അല്ലെങ്കിൽ കാലൊക്കെ നിറയെ മണ്ണായിരിക്കണം. ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വന്നേക്കണ നവംബറിലാണ്. ഒരുവിധം തണുപ്പായി വരുന്നുണ്ട്. അപ്പോൾ ഡിസംബർ ജനുവരി ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല തണുപ്പായിരിക്കും. സെറ്ററൊക്കെ ഇട്ടിട്ട് നടക്കാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇപ്പം തന്നെ കുഴപ്പമില്ല, രാത്രി നല്ല തണുപ്പായിട്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ കിച്ചൺ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ പുതിയ മോഡലല്ല, പഴയ മോഡൽ തന്നെയാണ്. എങ്കിലും ഇവർ ഉണ്ടോ പണ്ടത്തെ ഇവരുടെ രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കിച്ചൺ വേറെ ആയിട്ട് അതുപോലെ ബെഡ്റൂമിൻ്റെ അത് വേറെ ആയിട്ട് അങ്ങനെയുള്ള രീതിയിലാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഈ സംഭവമാണ് നമ്മുടെ കിച്ചൺ. അതുപോലെ ഇപ്പുറത്താണെങ്കിൽ ചെറിയൊരു സ്റ്റോർ റൂം പോലെ ഉണ്ട്. ഈ സ്റ്റോർ റൂമിൻ്റെ ഇവിടെ ആണെങ്കിൽ എക്സോസ്റ്റൊക്കെ ഉണ്ട്, കുഴപ്പമില്ല കേട്ടോ. കിച്ചൺ തന്നെ നല്ല വലിയ കിച്ചൺ തന്നെയാണ് കേട്ടോ. ഫാൻ, എക്സോസ്റ്റ് ഇവിടെ ഒരെണ്ണം അവിടെ, പിന്നെ ഇത് 2 ട്യൂബ്. പിന്നെ ഇവിടുത്തെ AC ആണെങ്കിൽ അഴിച്ച് മാറ്റിയേക്കണം കേട്ടോ. പിന്നെ നമ്മുടെ ഗ്യാസ് കത്തിക്കുന്ന സാധനമുണ്ട്, തോക്ക്. നമ്മൾ കഞ്ഞി വെച്ചിട്ട് ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടുത്തെ സിലിണ്ടർ നോക്കിയാൽ ഗ്യാസ് സിലിണ്ടറിൻ്റെ പ്രത്യേകത നോക്കിയാണ്ട, നമ്മുടെ അവിടുത്തെ പോലത്തെ ചെറിയ സിലിണ്ടറല്ല, അത് ഇവിടെ വലിയ സിലിണ്ടറാണ്. 21.4 സിലിണ്ടർ വരുന്നത്, വലുതാണ്. പിന്നെ ഗ്യാസിനൊന്നും കുഴപ്പമില്ല കേട്ടോ, അധികം പൈസ ഒന്നും വരില്ല. ഇത് നോക്കിയാൽ നമ്മുടെ ബാത്റൂമിലേക്ക് പോകുന്ന വഴിയിലുള്ള ചെടിയാണ് കേട്ടോ. ഇത് നമ്മുടെ കൃഷ്ണ തുളസി എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ അതേ സ്മെല്ല് തന്നെയാണ് സംഭവം. അത് തന്നെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നണേ. നമ്മുടെ ബാത്റൂമാണ് ചേട്ടാ, ഇങ്ങോട്ട് ബാത്റൂമാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ വാഷിംഗ് മെഷീൻ മറ്റേ പഴയ ടൈപ്പ് വാഷിംഗ് മെഷീനാണ്. അപ്പം ഒന്ന് സെറ്റാക്കിയിട്ട് വേണം. തൽക്കാലം ഇപ്പം ഇങ്ങനെ വെച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ചാളെ ഇങ്ങോട്ട് വന്നിട്ട് അപ്പോൾ അത് പറഞ്ഞാൽ ഇതൊക്കെ ഒന്ന് മറന്നല്ല. ഓക്കെ, ഇനി ഇത് ഇവിടെ കിടന്ന് വർക്ക് ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കാർ പോർച്ചാണ് ഈ കാണുന്നത്. ഒമാനിലെ കാർ പോർച്ചാണ്. അപ്പോൾ ഈ കാർ പോർച്ച് ഉണ്ടാക്കിയിരിക്കുന്ന സാധനം നോക്കിയാൽ ഇത് എന്താ പറയുക, നമ്മുടെ ഈന്തപ്പനയുടെ ഓലയാണ്. ഈന്തപ്പനയുടെ ഓല കൊണ്ടാണ് ഈ സാധനം ഷെഡ് പോലെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിലാണ് ഇട്ടേക്കുന്നത് കേട്ടോ. മുകളിൽ ഈ ഷീറ്റും ഉണ്ട്, അങ്ങനെ ഇവിടെ ഉണ്ടാക്കിയേക്കണം. അപ്പോൾ ചിലത് മാത്രം ഇങ്ങനെ ഇതുപോലെ പോർച്ചൊക്കെ ഉണ്ടാക്കി ഇടണുള്ളൂ. ബാക്കിയുള്ള വണ്ടികളൊക്കെ ഇങ്ങനെ വെറുതെ എത്ര വില കൂടിയ വണ്ടികളായാലും ഇതുപോലെ ഇങ്ങനെ റോട്ടിൽ ഇങ്ങനെ വെറുതെ ഇട്ടേക്കും.
ഇവിടെ വേറെ വിഷയമൊന്നുമില്ല. ഇങ്ങനെ റോട്ടിലേക്ക് കിടന്നാൽ യാതൊരു കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ കിടന്നോളും. പിന്നെ ചില വീടുകൾക്കൊക്കെ ഉള്ളിൽ ഈ കാർ പോർച്ചുകളൊക്കെ ഉണ്ട്, ഇതുപോലെ ഷെഡുണ്ട്. പക്ഷേ ഭൂരിഭാഗം വണ്ടികളും ഞാൻ നോക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ പുറത്താണ് കിടക്കുന്നത്. പിന്നെ കണ്ടോ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ വേസ്റ്റ് ഇടാനുള്ള ബിന്നുകളൊക്കെ ഉണ്ടാവുന്നത് കണ്ടോ. അത് കറക്റ്റായിട്ട് ഇവർ വേസ്റ്റ് വന്ന് എടുത്തുകൊണ്ട് പോവുകയൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ഈ കാണുന്നത് ഇവിടുത്തെ ഇലക്ട്രിക് പോസ്റ്റാണ്. ഇലക്ട്രിക് പോസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് തേക്കിൻ്റെ മരം പോലെ ഇരിപ്പുണ്ട് കേട്ടോ. തേക്കാണ് എന്തെന്ന് അറിയില്ല. എല്ലാം ഒരേ വണ്ണത്തിലുള്ള മരം തന്നെയാണ് മുകളിലേക്ക് വെക്കണം. പിന്നെ ഇവിടുത്തെ ലൈൻ നോക്കി എല്ലാം നേരെ 1 2 3 4 5 ലൈൻ പോയേക്കണതും അത് മറ്റേ ഇതുപോലെ ഈ കവറിങ്ങുള്ള കോട്ടിങ്ങുള്ള ഇതാണ് പോയേക്കണത്. അപ്പോൾ അതുകൊണ്ട് ഷോർട്ടാകിയും അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ നിന്ന് നേരെ വന്നിട്ട് ഈ പോസ്റ്റിൽ കൂടി വയറിങ്ങനെ താഴേക്ക് വന്നിട്ട് ഈ മതിലിൻ്റെ അവിടെ നിന്നാണ് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നടന്ന് കാണിച്ചു തരാം. അവിടെ നിന്നാണ് നമുക്ക് മീറ്റർ വന്നേക്കണത്. നമ്മുടെ കറണ്ടിൻ്റെ നേരെ പോസ്റ്റുമേന്ന് ഇങ്ങോട്ടല്ല വന്ന, ഇത് താഴേക്ക് കൂടി ഇങ്ങനെ വന്ന് ഈ സൈഡിൽ കൂടി വന്ന് ഇവിടെയാണ് കറണ്ടിൻ്റെ മീറ്റർ വരുന്നത്. അതുപോലെ തന്നെ വാട്ടർ മീറ്റർ അപ്പുറ സൈഡിലാട്ടെ ഇവിടെയാണ് വെച്ചേക്കണം. അപ്പോൾ ഇത് താഴെ പോകുമ്പോൾ അടിയിൽ കൂടിയാണ് വരുന്നത്. അപ്പുറത്തൊക്കെ വീടുകൾ വരണുള്ളൂ. തൊട്ടപ്പുറത്ത് വീടിൻ്റെ പണി നടക്കുന്നുണ്ട്. മരങ്ങളൊക്കെ ഇവിടെ വളരെ കുറവാണ് കേട്ടോ. അപ്പുറത്തെ വീട്ടിലൊക്കെ ആര്യവേപ്പ് മരമൊക്കെ ഉണ്ട്. പിന്നെ വീടിൻ്റെ പെയിൻറ്റിൻ്റെ കളറൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കളറൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മുടെ പോലത്തെ പോലെ ഭയങ്കര കളർഫുള്ളായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഇടയിൽ കൂടിയുള്ള വഴി കേട്ടോ. അവിടെ എന്തോ സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് പോയി നോക്കാമെന്ന് ഞാൻ 2-3 ദിവസം കൊണ്ട് ആലോചിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നത് ഇവിടുത്തെ ആര്യവേപ്പിൻ്റെ മരമാണ്. ഈ ആര്യവേപ്പിൻ്റെ മരം ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ. നമുക്ക് അവിടം വരെ ഒന്ന് ചെന്ന് നോക്കാം. അവിടെ കുറേ കൂടുകൾ പോലെ കാണുന്നുണ്ട്. അടുത്ത് ചെന്നാൽ എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ. ഫ്രണ്ട്സ്, ഇത് ശരിക്കും പറഞ്ഞാണ്ടല്ലോ ആടും കൂട് തന്നെ ഉണ്ട്. ആട്ടുംകാട്ടം കൂടെ കിടപ്പുണ്ട്. ഒരുപാട് ആടും കൂടുകൾ ഇവിടെ ഉണ്ട്. ആടിൻ്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഒന്നിലും ആടിനൊന്നും കാണുന്നില്ല. നമ്മളപ്പോൾ നേരിട്ട് ഇവിടുത്തെ ഈ ഗ്രാമങ്ങളിൽ എങ്ങനെയാണ് സംഭവങ്ങളെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് കയറി വന്നത്. ഒരു കൂട്ടിൽ പോലും ഒരാടിനെ കാണുന്നില്ല. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല വീഡിയോ കാണുന്നവരെ ബായ്.